സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂസറിൻ്റെ നിന്ന് ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് പോസസ് ദ പ്രോഗ്രാം ആൻഡ് വെയിറ്റ്സ് ഫോർ ദ യൂസർ ടു ടൈപ്പ് സംതിങ് ആൻഡ് പ്രസ് എൻ്റർ. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ കൊളാബിൻ്റെ ഈ ഒരു നോട്ട്ബുക്കിൽ നിന്നാണല്ലോ. സോ ആർക്കെങ്കിലും ഈ ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാനത് ലിങ്കിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, എനിക്കൊരു ഇൻപുട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാനിപ്പോൾ 369 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, നമുക്ക് 369 എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ റൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് എനിക്കിവിടെ എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഒരു സാധാരണ യൂസറിന് ഞാൻ ഈ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അറിയില്ല ഇവിടെ എന്ത് എൻ്റർ ചെയ്യണം എന്നുള്ളത്. സോ എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് ഉള്ളത് നമ്മളിവിടെ ഒരു സ്ട്രിങ്ങിലാണ് കൊടുക്കേണ്ടത്. സ്ട്രിങ്ങിൽ കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. സോ ഇവിടെ ഞാൻ എൻ്റർ ദി ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇപ്പം ഞാൻ ഈ ഒരു പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടു, നമുക്ക് സെൽ ഈസ് ഓൾറെഡി റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെല്ല് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സ് അടിച്ചാൽ മതി സ്റ്റോപ്പിൻ്റെ. സോ ഇവിടെ നമ്മുടെ സെൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ഇവിടെ ഒന്നുമില്ല, എറർ പറയുമ്പോൾ നമ്മളാണ് ഇൻറ്ററപ്റ്റഡ് ബൈ ദ യൂസർ. സോ ഇത് കുഴപ്പമില്ല. നമുക്ക് ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻപുട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എൻ്റെ ഏജ് എൻ്റർ ചെയ്യാണ്, കണ്ടോ, എനിക്കതവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുക. ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഇൻപുട്ട് എടുത്തത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏജ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ ഏജ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണ്ടേ വേരിയബിൾ. പ്രിൻ്റ് എഫ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്. ദ ഏജ് ഈസ് നമ്മുടെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടോ, ദ ഏജ് ഈസ് 36 എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഏജ് എന്താണ്, ഏജ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്, ഒരു നമ്പറാണ് ഏജ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഏജിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ ഏജ്, ഞാൻ ഏജ് കൊടുത്തു. കണ്ടോ, നമുക്കിവിടെ ക്ലാസ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കിവിടെ ഇൻറ്റീജർ അല്ലേ വേണ്ടത്. സോ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ ഒരു ഏജിനെ ഇൻറ്റീജറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് അത് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. സോ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. ഈ ഇൻപുട്ട് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ഇൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അകത്ത് കൊടുക്കുക, നമ്മുടെ ഇൻറ്റിൻ്റെ മെത്തേഡ് ക്ലോസ് ചെയ്യുക. സോ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. 25 കണ്ടോ, നമുക്കത് ഇൻറ്റായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇൻറ്റ് പോലെ തന്നെ str എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്ട്രിങ് ആയിട്ടാണ് വരിക. നമ്മളവിടെ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിന് നമുക്ക് ഇൻറ്റീജർ ആയിട്ട് തന്നെ കമ്പാരിസൺ നടത്താനുണ്ട്. സോ അവിടെയാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.